SSLC +2 മെറിറ്റ് അവാർഡ് വിതരണവും കരിയർ ഗൈഡൻസും സംഘടിപ്പിച്ചു. ഡിവൈൻ പ്രയർ മിനിസ്റ്ററീസ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് കായംകുളത്ത് മെറിറ്റ് അവാർഡ് വിതരണം നടത്തിയത്. ഡിവൈൻ പ്രയർ മിനിസ്റ്ററീസ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് കായംകുളം നഗരസഭയിലെ മുഴുവൻ വാർഡുകളിൽ നിന്നുമായി SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ 82 വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഇതോടനുബന്ധിച്ച് കരിയർ ഗൈഡൻസും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല ഉദ്ഘാടനം ചെയ്തു. അതൊക്കെ മാറി ഇന്ന് നമുക്ക് ഏകദേശം നമുക്ക് വേണ്ട ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള വസ്ത്രം, ഇഷ്ടമുള്ള ആഭരണങ്ങൾ ധരിക്കാം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടി പോകുമ്പോൾ പിന്നിലേക്ക് നമ്മൾ പോകണം. ഞാൻ പറഞ്ഞു വന്ന് വേറൊന്നുമല്ല, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടി ജീവിച്ച് വന്ന് ഇപ്പം ഈ കാലഘട്ടത്തിൽ വരുമ്പോൾ എന്താണ്, കാശിന് വേണ്ടി എന്ത് ചെയ്യാൻ പഠിക്കാത്തൊരു സമൂഹമായിരുന്നു നമ്മൾ മാറുന്നത്. കൊട്ടേഷൻ്റെ രീതിയില്ല, അതുകൊണ്ട് തന്നെ മയക്കുമരുന്നിൻ്റെ രീതിയില്ല, ഈ രീതിയിലൊക്കെ തന്നെ നമ്മൾ ആ നിലയിലേക്ക് മാറുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ, പെൺകുട്ടികളടക്കം, പണ്ട് പെൺകുട്ടികളൊന്നും ഈ നിലയിലേക്ക് പോയില്ല. പക്ഷേ ഇന്ന് പെൺകുട്ടികളടക്കം മയക്കുമരുന്നിൻ്റെയൊക്കെ വാഹകരായി മാറുന്നു, അത് ഉപയോഗിക്കുന്നവരായി മാറുന്നു, അത് കച്ചവടം ചെയ്യുന്നവരായിട്ട് മാറുന്നു. ഗവൺമെൻറ് ശക്തമായ അതിനുവേണ്ടിയുള്ള നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എനിക്ക് ഒരു മാസത്തിന് മുകളിൽ ഏത് പത്രം എടുത്താലും 18 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളുടെ 2 പേരുടെ ഫോട്ടോ കാണാതിരിക്കും. ഇപ്പോഴും ഉണ്ട്, പക്ഷേ അത്രയും ഇല്ലേ, 3-4 പേരുടെ ഫോട്ടോയാണ്. കഞ്ചാവ് MDMA പിടിച്ചു, മറ്റേത് പിടിച്ചു, അവിടെ ഇത്ര ഗ്രാം പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്. അവിടെയെല്ലാം കുഞ്ഞുങ്ങളാണ്. നമുക്കറിയാം, ഇന്ന് 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയും അതിൻ്റെ ആളുകളായിട്ട് മാറുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കൂട്ടുകാർ കൊണ്ടുവരിക. നിങ്ങളായാലും അങ്ങനെ ഉണ്ടോന്നല്ല കേട്ടോ, നിങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങൾ, അതുകൊണ്ടല്ല അങ്ങനെ പോകുന്നവരുണ്ട്. ആ നിലയിലേക്ക് പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാത്തു സൂക്ഷിക്കേണ്ടത്. ഡോക്ടർ സിനോജ് ജോർജ് അധ്യക്ഷത വഹിച്ചു. നല്ല രീതിയിൽ സംസാരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം. ഇന്ന് ഡോക്ടർമാർ തന്നെ കുറവാ. സോറി, എന്റെ ആൾക്കാർ കുറ്റം പറയുന്നതിൽ ക്ഷമിക്കണം. ഡോക്ടർമാർ തന്നെ കുറവാ. രോഗികൾക്ക് വേണ്ട രോഗനിർദ്ദേശങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കുന്ന ഡോക്ടർമാരെ അറിയില്ല. ഞാൻ ചോദിക്കും, നിങ്ങൾ വേറെ ഞാൻ പറയും, ഈ കുഞ്ഞിന് ഓട്ടിസം ഉണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ട്, ഈ കുഞ്ഞിനെ മൊബൈൽ ഫോൺ കാണിച്ചിട്ടാണ് ഞാൻ പറയും. ഒരു ദിവസം 2 മണിക്കൂർ കൂടുതൽ മൊബൈൽ ഫോൺ കാണുന്ന കുഞ്ഞുങ്ങൾക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളാണ്, സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവും. കൊച്ചു കുഞ്ഞുങ്ങൾ അന്ന് 2 വയസ്സിൽ താഴെ കാണിച്ചു കഴിഞ്ഞാൽ അവർ ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും, ഒരിടത്തും ഇരിക്കത്തില്ല, ഇങ്ങനെ പരതി നടക്കും. ഒരു മാതാപിതാക്കളൊന്നും പറയാറില്ലേ. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് E. സമീർ SSLC അവാർഡുകൾ സമ്മാനിച്ചു. DPM ഡയറക്ടർ പാസ്റ്റർ വർഗീസ് ബേബി +2 അവാർഡുകൾ നൽകി. മനുകുമാർ ആലിയാട്, ഡോക്ടർ സജി ഫിലിപ്പ് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. പ്രണയിക്കുന്നവരാണെങ്കിൽ പൊന്നു ചേച്ചി എത്ര മണിക്കൂർ വേണമെന്നൊക്കെ ചൂടാതെ പോയി അൻസാരി കോയിക്കലേത്ത, പാസ്റ്റർ മാത്യു ഫിലിപ്പ്, MK സ്കറിയ, M. ജോസഫ്, KB രാജൻ, ജോയി കടുകോയിക്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.